മലയാളികളുടെ ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരുടെ അഭിമാനമായ ഒരാളാണ് ഒപ്പമുള്ളത്. ISRO തലവൻ S. സോമനാഥ്. ചോദിക്കാനും അറിയാനും കുറെ ഏറെയുണ്ട്. 2040 ഇന്ത്യക്കാരനെ ചന്ദ്രനിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് എത്തിയിരിക്കും. എനിക്ക് അത്ര വലിയൊരു ടെൻഷനുള്ള കഥയൊന്നും അല്ലായിരുന്നു. കാരണം എനിക്ക് ഉറപ്പായിരുന്നു അത് പ്രോപ്പറായിട്ട് സംഭവിക്കുമെന്ന്. ഇപ്പോൾ ചന്ദ്രയാന്റെ വിജയമുണ്ട്, ആദിത്യമുണ്ട്. ISROയിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വർഷം ISROയുടെ ഒരു പ്ലാനിലുള്ളത്? ഈ വർഷം ഒരുപാട് മിഷനുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഗഗൻയാന് ബന്ധപ്പെട്ട മിഷനുകളാണ് ഈ വർഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗഗൻയാന്റെ പ്രിപ്പറേഷൻ വർഷമായിട്ടാണ് 2024 കാണുന്നത്. അതിൽ ടെസ്റ്റ് ഫ്ലൈറ്റുകൾ നടക്കും, പ്രത്യേകിച്ചും ആളില്ലാത്ത വിക്ഷേപണങ്ങൾ. അതിൽ നമ്മൾ സ്പേസിൽ കൊണ്ടുപോയി റോബോട്ടിക് ബേസ്ഡ് വിക്ഷേപണങ്ങൾ നടക്കുക, അതിനെ സേഫായിട്ട് തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ 2 ലോഞ്ചുകൾ നമുക്ക് നടത്തണമെന്നാണ് ഈ വർഷം വിചാരിക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ ക്രൂ എസ്കേപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സാധനമുണ്ട്. ഏതെങ്കിലും തരത്തിൽ റോക്കറ്റിന് അപകടം ഉണ്ടായാൽ അതിലുള്ള ആസ്ട്രോണോട്ടിനെ രക്ഷിക്കുന്ന മിഷനുകൾ, അതിനുള്ള ടെക്നോളജി ഉണ്ട്. അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് 2 മിഷനുകൾ വേണം. പിന്നെ നമ്മൾ ഹെലികോപ്റ്ററിൽ നിന്ന് ഈ ക്രൂ മോഡിനെ പല പ്രാവശ്യം താഴോട്ടിട്ട് പാരച്യൂട്ടുകൾ വികസിക്കുന്നുണ്ടെന്നും അതിൻ്റെ സീക്വൻസ് എല്ലാം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യാവുന്ന 1-2 മിഷനുകളുണ്ട്. പിന്നെ ലോഞ്ച് പാഡിൽ വെച്ച് എന്തെങ്കിലും തരത്തിൽ റോക്കറ്റ് പൊട്ടിത്തെറിച്ചാൽ അതിൽ നിന്ന് എങ്ങനെ ഇവർ രക്ഷപ്പെടുത്താം എന്നുള്ളതിനുള്ള ഒരു പാഡ് അബൌട്ട് ടെസ്റ്റ് ഉണ്ട്. ഇങ്ങനെ കുറേ അധികം ടെസ്റ്റുകൾ ഈ വർഷം നടക്കും. ഇപ്പോൾ ചന്ദ്രയാന്റെ മിഷൻ സമയത്ത് യൂട്യൂബ് ലൈവിലായാലും ശരി, ചാനലുകൾക്ക് മുന്നിലായാലും ശരി, എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒരു ഇന്ത്യ പാക് ക്രിക്കറ്റ് മാച്ച് കാണുന്ന ഒരു ആവേശത്തിലാണ് കണ്ടത്. ഇതൊക്കെ യൂത്തിനെ സയൻസ് രംഗത്തേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ ISRO പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് അടുപ്പിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതിന് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്, പ്രത്യേകിച്ച് പുതുതലമുറയിൽ. ഒന്നാമത്തെ കാര്യം നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ രാജ്യത്തുള്ള ശാസ്ത്രജ്ഞന്മാർ സാധാരണ തലത്തിൽ നിന്നൊക്കെ വന്നവരൊക്കെ കൂടെ ചേർന്ന് ഇന്ത്യയിൽ തന്നെ ചന്ദ്രയാൻ പോലെയുള്ള ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മിഷൻ നടത്തുക, വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അതിലൂടെ നമ്മൾ കൺവേ ചെയ്യുന്ന മെസ്സേജ് വളരെ സ്ട്രോങ് ആണ്. ഒന്ന്, ഇന്ത്യ ഇന്ന് വളരെ കേപ്പബിൾ ആയിട്ടുള്ള രാജ്യമായി മറ്റു രാജ്യങ്ങൾക്കൊപ്പം തന്നെ ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒന്നാണ്. 2, നമ്മൾ വിദേശ സപ്പോർട്ട് ഇല്ലാതെ തന്നെ പലതും ചെയ്യാൻ നമ്മളെ കൊണ്ടാവും. 3, സാധാരണക്കാരെ പോലെയുള്ള ആളുകൾക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവരൊക്കെ തന്നെയാണ്. ഇതൊരു വലിയ മെസ്സേജാണ് നമ്മൾ ചെറുപ്പക്കാർക്ക് നൽകുന്നത്. പ്രത്യേകിച്ചും വില്ലേജുകളിൽ നിന്നും അത്ര വലിയ പ്രിവിലേജഡ് അല്ലാത്ത സൊസൈറ്റിയിൽ നിന്നുമൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കുന്നവർക്ക് പോലും ISRO പോലുള്ള സ്ഥാപനങ്ങളിൽ വരാനും പ്രവർത്തിക്കാനും കഴിവുള്ള ഒരു സാഹചര്യം ഇന്നുണ്ട് എന്ന് അറിയിക്കുന്നത്. അത് അറിയിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അവർ ശാസ്ത്രമേഖലയിൽ കടന്നു വന്നാൽ ഇന്ത്യയിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇന്നുണ്ട്. സ്പേസ് മാത്രമല്ല, പ്രത്യേകിച്ച് ഒരുപാട് സയൻസ് മേഖലയുണ്ട്. ഇലക്ട്രോണിക്സിലുണ്ട്, IT-യിലുണ്ട്, കമ്പ്യൂട്ടറിലുണ്ട്, ബയോടെക്നോളജിയിലുണ്ട്, അഗ്രികൾച്ചറിലുണ്ട്, IoT-യിലുണ്ട്, മെഷീനറിയിലുണ്ട്, ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിലുണ്ട്, മൊത്തം മെക്കാനിക്കൽ മാനുഫാക്ചറിങ്ങിലുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ടെക്നോളജിയുടെ വലിയൊരു സ്വാധീനം എന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പുതിയ ജോലി ഓപ്പർച്യൂണിറ്റി ഉണ്ട്, സ്റ്റാർട്ടപ്പുകൾക്കും പുതിയ കമ്പനികൾ ഉണ്ടാക്കുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റികളുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെട്ടാൽ നമ്മുടെ തൊഴിൽ മേഖല വർദ്ധിക്കും, നമ്മുടെ സാമ്പത്തിക മേഖല വർദ്ധിക്കും. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ചെറുപ്പക്കാരെ തയ്യാറാകണം. ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്, ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത്. ഇത്രയും കോടി പൈസ ഇതിനു വേണ്ടി ചെലവഴിക്കണോ എന്നുള്ളതാണ്. പക്ഷെ അവിടെയാണ് എന്താ പറയുക, പല ബിഗ് ബഡ്ജറ്റ് സിനിമകളേക്കാൾ ചുരുങ്ങിയ ചെലവിൽ നമ്മൾ മിഷനുകൾ നടത്തുന്നുണ്ട്. നമ്മൾ ചെലവാക്കുന്ന പണം സ്പേസിലും വളരെ തുച്ഛമായ പണമാണ്. നമ്മുടെ ആനുവൽ ബഡ്ജറ്റ് കഴിഞ്ഞ വർഷം ഏകദേശം 10,000-11,000 കോടി രൂപയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ രാജീവ് ഗാന്ധി തൊഴിൽദാന പദ്ധതിക്ക് തന്നെ ഒരു വർഷം നമ്മൾ ഒഴുകുന്നത് 85,000 കോടി രൂപയാണ്. അപ്പോൾ അതിൻ്റെ 8-1 മാത്രമാണ് നമ്മൾ ഈ സ്പേസിന് വേണ്ടി ചിലവാക്കുന്നത്. അപ്പോൾ അതൊരു വലിയ തുകയായിട്ട് നമ്മൾ കാണരുത്. ഒന്ന്, ഈ രാജ്യത്തിൻ്റെ ബഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ നിസ്സാരമായ തുകയാണ്. ഒന്ന്, രണ്ടാമത്തെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് അത് കൺസീവ് ചെയ്യുന്നത്. അതിൻ്റെ ഈ ചിലവ് കുറച്ച് ചെയ്യാൻ കഴിയുന്നതിന് പല കാരണങ്ങളുണ്ട് ഇന്ത്യയിൽ. ഒന്ന്, ഇന്ത്യയിലെ ഇൻഡസ്ട്രികൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് വലിയ ലാഭേച്ഛയോടെ അല്ല. പലരും നമുക്ക് വേണ്ടി ചെയ്യുന്നത് അത് അവരുടെ ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടാണ്. വലിയ കമ്പനികൾ പോലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ വലിയ ലാഭമൊന്നും എടുക്കുന്നില്ല. കാരണം അവർ ISROയ്ക്ക് പ്രവർത്തിച്ചാൽ ഒന്ന്, അവർക്ക് കിട്ടുന്ന പേര്, അവർക്ക് കിട്ടുന്ന നോളജ്, അറിവ്, അതുപോലെ തന്നെ അവർക്ക് ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ്, ഇതെല്ലാം അവരെ മറ്റ് ജോലികൾ ചെയ്യാൻ ശക്തരാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്കറിയാം, L&T നമ്മുടെ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വർക്കിലൂടെയാണ് അവർ ഇന്ന് ഇന്ത്യയിൽ സബ്മറൈൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായത്. അങ്ങനെ ഉള്ള ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ പലരും നമ്മുടെ ജോലി ഏറ്റെടുക്കുന്നത് ലാഭേച്ഛയോടെയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. 2, ഇന്ത്യയിലെ മൊത്തം ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് കോസ്റ്റ് വളരെ കുറവാണ്. 3, നമ്മുടെ ISROയ്ക്കുള്ളിൽ തന്നെ എങ്ങനെ കുറച്ച് പണം കൊണ്ട് ചെയ്യാമെന്നുള്ള ഒരു ഡിസ്കഷൻ എപ്പോഴും നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റിസർച്ച് കണ്ടന്റ് നമ്മൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ചെയ്യും. നമ്മൾ ഉണ്ടാകാവുന്ന മോഡലുകളുടെ എണ്ണം കുറയ്ക്കും. കൂടുതൽ കമ്പ്യൂട്ടർ സിമുലേഷനെ ഡിപ്പെൻഡ് ചെയ്യും.
അതുപോലെ വേസ്റ്റേജ് കുറയ്ക്കും. പലപ്പോഴും എങ്ങനെ ഹാർഡ്വെയർ റീയൂസ് ചെയ്യാം, ഒരിക്കൽ ടെസ്റ്റ് ചെയ്തതിനെ വീണ്ടും ക്ലീൻ അപ്പ് ചെയ്ത് റിഫർബിഷ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൾച്ചർ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് കുറഞ്ഞ ചെലവ് ചെയ്യാൻ പറ്റും. എന്നാണ് ഒരു ഇന്ത്യക്കാരൻ എത്തുക ഇന്ത്യക്കാരൻ ഇപ്പൊ തന്നെ റെഡിയല്ലേ സ്പേസിൽ പോകാൻ? 4 പേര് റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഗഗൻയാൻ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കുന്ന ഇന്ത്യക്കാരൻ ഉടനെ ഉണ്ടാവും നമ്മുടെ സ്വന്തം റോക്കറ്റിൽ. അതിനുശേഷം ചന്ദ്രനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അടുത്ത ബാച്ചിനെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. 2040 ഇന്ത്യക്കാരനെ ചന്ദ്രനിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് എത്തിയിരിക്കും. ഇപ്പോൾ ഗഗൻയാന്റെ തന്നെ വ്യോമസേനയിലെ പൈലറ്റുമാർക്കാണല്ലോ ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നത്. എങ്ങനെയൊക്കെയാണ് അവരുടെ ട്രെയിനിങ്? അത് ഒരുപാട് ട്രെയിനിങ് ഉണ്ട്. കാരണം അത് ഒന്ന് വ്യോമസേനയിലെ പൈലറ്റുമാരല്ല, അവർ പൈലറ്റുകളെ ട്രെയിൻ ചെയ്യുന്ന പൈലറ്റുകളാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ പല ട്രെയിനിങ്ങിലൂടെ കടന്നുപോയി. ഒന്ന് അവർ വിദേശത്ത് റഷ്യയിലും യൂറോപ്പിലും ഒക്കെ പോയി ട്രെയിനിങ് നടത്തി. അവരുടെ ട്രെയിനിങ് ഫെസിലിറ്റിയിൽ വർഷങ്ങൾ നീണ്ട ട്രെയിനിങ് നടത്തി. തിരിച്ചിവിടെ വന്നിട്ട് നമ്മൾ ട്രെയിനിങ് ഫെസിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്. എയർഫോഴ്സും നമ്മളും ചേർന്നുണ്ടാക്കുന്നുണ്ട്. അതിലൂടെ ട്രെയിനിങ് നടത്തുന്നുണ്ട്. പിന്നെ അവർക്ക് തിയറട്ടിക്കൽ ട്രെയിനിങ് ഉണ്ട്, സിമുലേറ്റർ ട്രെയിനിങ് ഉണ്ട്, നമ്മുടെ ക്രൂ മോളിൽ ട്രെയിനിങ് ഉണ്ട്. പിന്നെ അവർ നമ്മുടെ ഡിസൈനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിലും പോയി ട്രെയിനിങ് ചെയ്യാൻ, അങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ളൊരു സൗഹൃദം. കാരണം മനുഷ്യനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയും റഷ്യയും കാര്യത്തിൽ പൂർണ്ണമായിട്ടും സഹകരിക്കും നമ്മളുമായിട്ട്. അപ്പോൾ മനുഷ്യയാത്ര എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കുറേ കൂടെ കോപ്പറേഷൻ ലോകത്തെല്ലാം എമ്പാടും പല രാജ്യങ്ങളും തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ ഡോക്ടർമാരാണ് നമ്മുടെ ഡോക്ടർമാരെ ട്രെയിൻ ചെയ്യുന്നത്. ഇവർക്ക് മെഡിസിൻ, സ്പേസ് മെഡിസിനിൽ റഷ്യക്കാരാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ ഇനിഷ്യൽ ടെക്നോളജി സപ്പോർട്ടൊക്കെ തന്നത്. ഇപ്പോൾ അമേരിക്കയും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അവർ നമ്മളെ കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വളരെ കോപ്പറേറ്റീവായിട്ട് പോകുന്ന കാര്യമാണ്. കാരണം ഒരാൾ സ്പേസിൽ പോയാൽ മറ്റൊരു രാജ്യത്തിനും കൂടെ സ്പേസ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടിജൻസി ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്യാനും ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന അവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലൊക്കെയാണ് നിർമ്മിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കൗതുകമുള്ള കാര്യമാണ്. ഞാൻ സാറിനോട് നേരത്തെ സംസാരിച്ചതാണ്. നാസയിൽ ISRO ടീം പോയപ്പോൾ നമ്മൾ തേങ്ങ ഉടച്ച് വെൽക്കം ചെയ്യുന്ന പോലെ അവിടെ ഒരു കുപ്പി കപ്പലണ്ടി തന്നു എന്ന് കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ അത് ഓരോ സ്ഥലത്തും ഉണ്ട്. കാരണം ഇത് പലപ്പോഴും ഉണ്ടാക്കപ്പെടുന്ന ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അവരുടെ കൾച്ചറാണ് കപ്പലണ്ടി. അതിന് എനിക്കറിയില്ല. അതിനൊരു പഴയൊരു എന്തെങ്കിലും ഒരു നറേറ്റീവ് ഉണ്ടായിരിക്കാം അവിടെ. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല. നമുക്ക് അതുകൊണ്ട് പക്ഷെ അവരിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ കപ്പലണ്ടി തന്നിട്ട് പോയി തിരിച്ചു കൊണ്ടിരുമ്പോൾ തിന്നുകയും ഒക്കെ ചെയ്യുന്നത് അത് അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമൊന്നുമല്ല. അതൊരു റിലീജിയസ് പ്രാക്ടീസ് അല്ല. അതൊരു കുറെ കൂടെ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് പ്രാക്ടീസ് ആയിട്ടാണ് ഞാൻ തോന്നിയത്. ഇപ്പോൾ സാറിന്റെ കാര്യം എടുത്താൽ തന്നെ ജീവിതവും ഒരു വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. കാരണം ഒരു സാധാ സ്കൂളിൽ പഠിച്ച് എനിക്കൊന്ന് കോളേജിൽ പാസ് ഔട്ട് ആവുന്നതിന് മുമ്പ് സാറിന് ISROയിൽ ജോലി കിട്ടുന്നുണ്ട്. സാറിന്റെ ജീവിതം ഒരു മെസ്സേജ് പോലെ കാണുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു? എന്റെ ജീവിതം അക്കാലത്തുള്ള ഒരുപാട് പേരുടെ ജീവിതവും ഒരുപോലെ തന്നെയായിരുന്നു. എന്റെ ഒരു യുണീക്ക് ജീവിതമൊന്നും അല്ല. ഒരു നാട്ടിൻ പുറത്ത് വന്നിട്ടുള്ള ഒരുപാട് പേരെ എൻ്റെ അതേ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നവരാണ്. പക്ഷെ അതൊരു കാലഘട്ടത്തിന്റെ പ്രശ്നമായിരുന്നു. കാരണം ഒന്ന് വിദ്യാഭ്യാസത്തെക്കുറിച്ച് അതുപോലെ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് വലിയ ബോധമൊന്നും ഇല്ലാത്തൊരു സൊസൈറ്റിയിലാണ്. ഭാഗ്യത്തിന് എനിക്ക് എൻ്റെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു അച്ഛനുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ആ രീതിയിൽ പോകാൻ പറ്റി. എന്നാൽ അങ്ങനെ പോകാൻ പറ്റാത്ത ഒരുപാട് പേര് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾ ചുറ്റും ഉണ്ടായിരുന്നു. അവരാരും മോശക്കാരല്ല. അവരെല്ലാം ജോലിയില്ലാത്ത കൂലിവേലക്കാരായി മാറി എൻ്റെ മുമ്പിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സമൂഹത്തിൽ നിന്നാണ് ഞാൻ പൊങ്ങി വന്നത്. അത് ഇന്നും ഉണ്ടായിരിക്കണം. ഒരുപാട് സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്ന കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുണ്ട്. അവിടെയൊക്കെ നമ്മൾ എത്തപ്പെടണം. അവിടെ റീച്ച് ഔട്ട് ചെയ്യണം. അവിടെ അവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കണം. അതെനിക്ക് തോന്നുന്നത് സ്കൂൾ അധ്യാപകർക്ക് ചെയ്യാൻ കഴിയും, സാമൂഹ്യ പ്രവർത്തകർക്ക് ചെയ്യാൻ കഴിയും. അവർക്ക് ചെറിയൊരു ഇൻസ്പിറേഷൻ മതി, ചെറിയൊരു ഡയറക്ഷൻ മതി, ചെറിയൊരു വിളക്ക് കാണിച്ചാൽ മതി. അത് കാണിച്ചാൽ പലപ്പോഴും അവർ രക്ഷപ്പെട്ടേക്കാം. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടാണ് ഞാൻ ആയത്. അപ്പോൾ അത് കാണിക്കാനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് ഞാൻ സ്കൂളുകളിലൊക്കെ പോയി സംസാരിക്കുമ്പോൾ ആ ഒരു തോന്നലുണ്ടാക്കാൻ കഴിഞ്ഞാൽ തന്നെ അവർക്ക് അവരുടെ ഡയറക്ഷൻ ക്ലിയർ ആവും. ഒരു വായിക്കാൻ തയ്യാറാത്ത കുട്ടികൾ വായിക്കാൻ തയ്യാറാവും. ലീഡർഷിപ്പിന് വരാൻ തയ്യാറാത്തവർ വരാൻ തയ്യാറാവും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായിട്ട് വരും സ്കൂളിൽ. അപ്പോൾ ഇതെല്ലാം അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും, ആ രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്പിറേഷനായിട്ട് നമ്മളൊക്കെ മാറണം. ഇങ്ങനെയുള്ള എല്ലാ ബ്ലെസ്സിങ് കിട്ടി നമ്മളെപ്പോലുള്ളവർ അതിലേക്ക് കുറെ കൂടെ പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ സാർ ഇപ്പോൾ ISRO തലവനാണ്. അപ്പോൾ ഏത് ടൈമാണ് ISROയിൽ നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഇപ്പോൾ റോക്കറ്റ് ഡെവലപ്മെന്റ് ഫേസിലും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ സമയവും ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സമയം ഉണ്ടായിട്ടില്ല എന്നാണ്. എല്ലാ സമയവും വളരെ ആക്റ്റീവായിരുന്നു. എനിക്ക് തോന്നുന്നു വളരെ ചെറിയ കാലഘട്ടങ്ങളിൽ ചില ട്രാൻസിഷനുകളുണ്ട്. നമ്മൾ ഒരു മേഖലയിൽ നിന്ന് മറ്റിലേക്ക് മാറുമ്പോൾ കുറച്ച് ട്രാൻസിഷൻ ടൈമിൽ കുറച്ച് ഇൻസെക്യൂരിറ്റി ഉണ്ടാവും, എന്ത് ചെയ്യുമെന്നുള്ള. പക്ഷേ ആ ട്രാൻസിഷൻ ഓവർകം ചെയ്ത് അടുത്ത ജോലിയിൽ ഞാനങ്ങനെ പലപ്പോഴും ജമ്പ് ചെയ്തിട്ടുണ്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ തോന്നിയിട്ടല്ലാതെ
ഞാൻ എൻ്റെ ജീവിതം ഈ കഴിഞ്ഞ 38 വർഷം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല സത്യത്തില്. ഇന്നലെയെങ്ങോ ജോയിൻ ചെയ്ത പോലെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. അപ്പോൾ ചന്ദ്രയാൻ 3 സക്സസ് ഉണ്ടായിരുന്നു. അവിടെ ആ മോണിറ്ററിന്റെ മുമ്പിലേക്ക് നിൽക്കുമ്പോൾ സാറിന് എന്തായിരുന്നു അപ്പോൾ മനസ്സിലുണ്ടായത്? ചന്ദ്രയാൻ എനിക്ക് അത്ര വലിയൊരു ടെൻഷനുള്ള കഥയൊന്നും അല്ലായിരുന്നു. കാരണം എനിക്ക് ഉറപ്പായിരുന്നു അത് പ്രോപ്പറായിട്ട് സംഭവിക്കുമെന്ന്. കാരണം അത്രയും അതിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞു. അതിനും അത്രയും നമ്മൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഗ്യാരണ്ടി ഉണ്ടാക്കിയിട്ടാണ് അത് ലോഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് ലാൻഡ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരു ടെൻഷനും ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്ന് വളരെ ഏറ്റവും കൂളായിട്ട് കഴിഞ്ഞു പോയ ഒരു ലോഞ്ചായിരുന്നു ചന്ദ്രയാൻ 3. ഏറ്റവും അതെ, എന്നാൽ അതിനേക്കാൾ എത്രയോ ടെൻഷനുള്ള റോക്കറ്റുകൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അത് GSL Mark 3യുടെ ആദ്യ വിക്ഷേപണം. റോക്കറ്റ് വിക്ഷേപണം ഒരു ചന്ദ്രൻ ലാൻഡ് ചെയ്തതിനേക്കാളും കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും റോക്കറ്റ് വിക്ഷേപണമാണ് നമുക്ക് എപ്പോഴും കൂടുതൽ ടെൻഷൻ നൽകേണ്ടത്. ടെൻഷൻ ഉണ്ടെങ്കിലല്ലേ ഹാൻഡിൽ ചെയ്താൽ പോരെ. ടെൻഷൻ ഞാൻ പറയുന്നത് ചെറുപ്പത്തിൽ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഇതിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ. പക്ഷെ പിന്നീട് ടെൻഷനൊന്നും ഇല്ല. കാരണം ഇത് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ചെയ്യാവുന്നതിന് പരിധിയുണ്ട്. അത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിൽ പിന്നെ കുറേ കാര്യങ്ങൾ അതിൻ്റെതായ അനുഗ്രഹത്താൽ സംഭവിക്കപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ISROയ്ക്ക് കിട്ടുന്ന സപ്പോർട്ടിനെ കൂടി പറയേണ്ടതുണ്ട്. ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നായാലും ജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും ചന്ദ്രയാൻ സക്സസിൽ പ്രധാനമന്ത്രി വന്ന് പറയുക വരെ ഉണ്ടായി. അപ്പോൾ ആ ഒരു സപ്പോർട്ടിനെ സാർ എങ്ങനെ നോക്കിക്കാണും? നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഗവൺമെന്റ് സപ്പോർട്ട് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ പുതിയ വിജയങ്ങൾ നേടിയതോടുകൂടി ഇതിനെ കുറെ കൂടെ എക്സ്പാൻഡ് ചെയ്യണമെന്നും കുറെ കൂടെ ഒരു വലിയ എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് മാറ്റണമെന്നും തൊഴിലും സാമ്പത്തിക മേഖലയ്ക്ക് പുരോഗതി ഉണ്ടാക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറണം. കാരണം നമ്മളെ എല്ലാ മേഖലയിൽ ലീഡർഷിപ്പ് നമുക്ക് എത്താൻ കഴിയില്ല. കുറച്ച് മേഖലകളിൽ ഈ രാജ്യത്തിന് ലീഡർഷിപ്പ് കാണിക്കാൻ കഴിയും. സ്പേസ് അത്തരം ഒന്നാണ്, ബയോടെക്നോളജി ഒന്നായിരുന്നു. അപ്പോൾ അതുപോലെ കൃഷി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇങ്ങനെ 1-2 മേഖലകളിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മേഖല നമ്മൾ ലീഡർ ആകാൻ പറ്റും. സ്പേസ് അങ്ങനെ ലീഡർഷിപ്പിന് പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖലയായിട്ട് നമ്മൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ വരണം, കൂടുതൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വരണം. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലേക്ക് വന്നാൽ നമുക്ക് വേണ്ട റോക്കറ്റുകൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് വിക്ഷേപിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു 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 എന്താ പറയുക, ഒരു കൊമേഴ്ഷ്യൽ രീതിയിൽ കൊമേഴ്ഷ്യൽ രീതിയിലേക്ക് മാറണം. അത് സാറ്റലൈറ്റുകൾ നിർമ്മിക്കുകയും വിക്ഷേപിക്കുക മാത്രമല്ല കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി. 80% കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി അതിന്റെ യൂട്ടിലൈസേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ സർവീസസ്, റിമോട്ട് സെൻസിങ് സർവീസസ്, ടൈമിംഗ് സർവീസസ്, ആ സർവീസ് സൈഡാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അതിലേക്ക് ഫോക്കസ് കൊണ്ടുവരിക, അത് കൂടുതലും പ്രൈവറ്റ് മേഖലയിലേക്ക് കൊണ്ടുവരിക, ബിസിനസ് ആക്കി മാറ്റുക, ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ അവിഭാജ്യ ഘടകമാക്കി മാറ്റണം. ഇപ്പോൾ മൊബൈൽ നിങ്ങളുടെ ജീവിതത്തിൽ അവിഭാജ്യ ഘടകമായ പോലെ സ്പേസ് നിങ്ങളുടെ ജീവിതത്തിൽ അവിഭാജ്യ ഘടകമായിട്ട് മാറ്റണം. ഓരോ ദിവസവും നിങ്ങൾ മൊബൈൽ നോക്കുമ്പോൾ റിമോട്ട് സെൻസിങ് ഡാറ്റ ഉപയോഗിച്ച് വേണം നിങ്ങൾ അന്നത്തെ തീരുമാനം, നിങ്ങളുടെ കൃഷി, നിങ്ങളുടെ വ്യവസായം, നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ, നിങ്ങളുടെ മൂവ്മെൻറ്റ്, നിങ്ങളുടെ ടൈമിങ്, നിങ്ങളുടെ ട്രാഫിക്, നിങ്ങളുടെ വെതർ, ഒരുപാട് മേഖലയിൽ സ്പേസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരു ബിസിനസ് ആക്ടിവിറ്റി ആകുമ്പോൾ അതിലൂടെ റവന്യൂ ജനറേറ്റ് ചെയ്യും. അതിലൂടെ നമുക്ക് കൂടുതൽ ഉപകരണങ്ങൾ ഉണ്ടാകുകയും, അങ്ങനെ കൂടുതൽ ഉപകരണങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ ലോഞ്ചുകൾ നടക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു ചെയിനാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് എത്തട്ടെ, ചന്ദ്രനിൽ എത്തട്ടെ, എല്ലാ ആശംസകളും നേരെയാണ് സർ. താങ്ക് യു സോ മച്ച്.